12 വയസ്സ് കഴിയുമ്പോൾ ഒരു മനുഷ്യനെ ഈ ഭൂമി നശിക്കുന്ന 6 കാര്യങ്ങളുണ്ടാവും. 6 വർഷം. ടീൻസ് എന്ന് വിളിക്കും. 13, 14, 15, 16, 17, 18, 19. 6 വർഷം. ലോകത്തിലൊരു മനുഷ്യൻ നശിക്കാനുള്ള മുഴുവൻ പണിയും അവൻ പഠിക്കുന്ന ഈ 6 വർഷമാണ്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് മിഡ് ടീൻസ് എന്ന് പറയപ്പെടുന്ന 16, 17, 18, 3 വയസ്സാണ് ഗതികേടിന്റെ അങ്ങേയറ്റം. കുട്ടി ആദ്യം സിഗരറ്റ് വലി പഠിക്കും. ഏതെങ്കിലും സിനിമ ആരംഭം ഇങ്ങനെ പോയ്ക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ആകർഷണം. ഈ സിനിമയിലുണ്ടല്ലോ മോഹൻലാലിന് മമ്മൂട്ടി ഒന്നും പോയ്ക്കുന്ന സിഗരറ്റ് അല്ല, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സുഗന്ധതയുള്ള സാധനമാണ് ഈ വലിക്കുന്നത്, സിഗരറ്റ് അല്ല. ഇത് കണ്ട് കുട്ടികൾ ഇതെന്നത്ത് വലിച്ചു പോകും. കുറച്ച് കഴിഞ്ഞ് അവരൊരു പുകവലിക്കാരനായിട്ട് മാറും. പുകവലിക്കാരുടെ പോസ്റ്റ്മോർട്ടത്തിന് ഞാൻ പോയിട്ടുണ്ട്. നെഞ്ചങ്ങോട്ട് കീറി അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ല ഇവന്റെയൊക്കെ ലങ്സ് നമ്മുടെ അടുക്കളയുടെ ചിമ്മിനി പോലെ കരിയും പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. തലച്ചോറൊക്കെ ദ്രവിച്ച് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഏർലിയറായിട്ട് ചത്ത് അവൻ്റെ ഇടപോട് കഴിയും. സിഗരറ്റ് വലി. പിന്നെ അവനെന്നറിയാമോ കള്ള് കുടിക്കാൻ പഠിക്കാം. പണ്ട് ഈ ഷാപ്പിലങ്ങനെ കള്ള് വാങ്ങിക്കാൻ പോയാണ്ടല്ലോ അപ്പൻ്റെ കൂട്ടുകാരാലെ അവിടെ നിന്ന് കുടിക്കുന്നുണ്ടായി. അവൻ വന്ന് അപ്പനോട് പറഞ്ഞു നിന്റെ മോൻ അവിടെ കുടിക്കാൻ വന്നു നാട്ടി പാഴ്സൽ കടലാണക്കം പട്ടണം ചാടി കിട്ടുക. ഇപ്പൊ ഒന്നും വേണ്ട. സ്കൂളിന് മുമ്പിലോട്ട് ഇറങ്ങിയ മില്ലി ഈ കടയുടെ അടക്ക ഒരു ഡ്രസ്സ് ഞങ്ങളോട് പിടിയാണ്. മനുഷ്യൻ ഈശ്വരൻ തന്ന ഏറ്റവും വലിയ അവയവമാണ് കരൾ. ഈ കരൾ അങ്ങോട്ട് ദ്രവിക്കും. ഈ മദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ കൽവുടിമാരുടെ പോസ്റ്റ്മോർട്ടം ചെന്നിട്ട് ഈ കരളിൻ്റെ അവിടെ ചെല്ലുമ്പോണ്ടല്ല നമ്മുടെ ഇഡ്ഡലി മാവ് കുഴഞ്ഞ പോലെ ഇരിക്കുകയാണ് ഇവൻ്റെയൊക്കെ കരള്. തൊട്ടാൽ ഇങ്ങനെ കൈയാകത്തും പോയി പോകും. ഗതികെട്ടവന്മാർ. അവസാനം തലച്ചോറും പോയി കരളും പോയി അകാലത്തിൽ മരിക്കും അവൻ. മദ്യപാനം. പിന്നെ കഞ്ചാവ് അടിച്ച് കയറ്റുക. കഞ്ചാവ് പണ്ട് ഈ കഞ്ചാവ് ബ്രൗൺ ഷുഗർ എന്ന് വലിയ പല സാധനങ്ങളാകും. ഇപ്പൊ എന്റെ പേരങ്ങ് മാറ്റി MDMA. 2 ഉഗ്രൻ ഡിഗ്രിയുടെ പേരാണ്. കഷ്ടപ്പെട്ടാക്കിട്ട് 2 ഡിഗ്രിയാണ്. MDMA രണ്ടും കൂടെ ഒറ്റയടി അങ്ങ് തിന്നുക. തലച്ചോറും പോയി അവന്റെ ജീവിതം അതോട് പാഴായിപ്പോ. ഞാൻ മാർഗാൻ സ്കൂളിൽ ലെക്ചറായിരുന്നു IPC കിട്ടുന്ന മുമ്പ്. ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് സ്ഥാപനോട് വരികയാണ്. ഒരു പയ്യൻ ഇങ്ങനെ കഴുത്താൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. നമ്മൾ എന്തുവിട്ടേ എന്റെ സാറേ എന്റെ തല ഇവിടെ വെച്ച് മുറിഞ്ഞ് ആകാശത്തോട്ടങ്ങ് പോയി സാറേ എന്ന് പറഞ്ഞു. അപ്പോഴകത്തോട് പോയത് ഉഗ്രം കഞ്ചാവെന്ന് എനിക്ക് മനസ്സിലായി. നല്ല മിടുക്കൊരു പയ്യൻ. ഞാൻ പിന്നെ ഒരു 5-6 മാസം മെനക്കെട്ട് അവനെ ആ കഞ്ചാവ് ഇത് പുറത്തു കൊണ്ടുവന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ IG ആയിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോവാണ്. സെക്രട്ടറി 2ാം നില കഴിഞ്ഞപ്പോൾ സാറേ എന്നൊരു വിളി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ പയ്യനാണ്. പിന്നെ മനസ്സിലായ സാറേ ഞാൻ തല കൊണ്ട് ആകാശത്തിട്ട് പോയ പയ്യനല്ലേ. അയ്യോ പൊന്നു സാറേ സാറിനെ രക്ഷിച്ച കാരണം ഞാൻ സെക്രട്ടേറിയറ്റ് ഇപ്പൊ ഡെപ്യൂട്ടി സെക്രട്ടറിയാ സാറേ സാറിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറയാം. ഇങ്ങനെ മെനക്കെട്ടൊരു കുട്ടിയെ രക്ഷിക്കാൻ ഏത് സാറിനാ സമയം കിട്ടില്ല. കുട്ടി കഞ്ചാവിൽ വീണ് അപകടകരമായി തലച്ചോറ് നശിച്ച് അകാലത്തിൽ മരിക്കും. അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി സ്പീഡാണ്. സ്കൂട്ടറെ കയറി ഡെന്നൊരു ഇടിയിലാണ് 100 കിലോമീറ്ററിൽ ചെന്ന് അടിച്ച് പറഞ്ഞ് ചത്ത് റോഡിൽ കിടക്കും. നമ്മൾ ഇത്ര ഇതിനുള്ള കാലുകൊണ്ട് നടക്കാൻ പഠിച്ച 1.5 വർഷം എടുത്തിട്ടാ നമ്മുടെ കാലിന്റെ നീളത്തിന്റെ പകുതിയുള്ളൂ സ്കൂട്ടറിന്റെ വീലിന്റെ വീതി. അതേ കയറി ഇങ്ങനെ സ്കൂട്ടർ വിട്ടാൽ വല്ല രക്ഷയുണ്ട്? ഒരു രക്ഷയില്ല. മഹാനായ കവി ഇംഗ്ലീഷിൽ പറഞ്ഞു സം പീപ്പിൾ ഡൈ ഇൻ പീസ് അതേഴ്സ് ഇൻ പീസസ്. ചിലർ സമാധാനത്തിൽ മരിക്കും, ചിലർ കഷ്ടം റോഡിൽ കിടന്ന് ചാവും. കഴിഞ്ഞ 1 വർഷം കേരളത്തിലെ വിദ്യാർത്ഥികൾ മരിച്ചെത്രയെന്നറിയാമോ? 360 എണ്ണം സ്കൂട്ടർ അപകടത്തിൽ മരിച്ചിരിക്കുകയാണ് കേരളത്തിൽ വിദ്യാർത്ഥികൾ. അതുകൊണ്ട് 21 വയസ്സ് വരെ ഈ കുന്തത്തെ കയറി സ്പീഡ് എടുക്കാൻ പോവരുത്. നിങ്ങളുടെ ജീവിതം അകാലത്തിൽ മരിച്ച് ജീവച്ഛവങ്ങളായി ഇങ്ങനെ വീട്ടിൽ കിടന്ന് ചാവുന്നൊരു ഗതികേട് ഉണ്ടാകും. 5ാമത്തെ എന്താണെന്നറിയാമോ? 5ാമത്തേത് പ്രേമം. 17 വയസ്സാകുന്നുണ്ടല്ലോ ഈ പെൺകുട്ടിയുടെ ശരീരം ഭാവിയിൽ അമ്മയാവാനായിട്ടുള്ള ശരീരമായിട്ട് ദൈവം ഇങ്ങനെ ഷേപ്പ് ചെയ്യും. നല്ല അഴക്, നല്ല മാംസമൊക്കെ പിടിച്ച് ഏത് പുരുഷൻ കണ്ട ഒരു ആകർഷണമാണ്. ഒരു ആൺകുട്ടിയുടെ ശരീരം ഭാവിയിൽ അപ്പനാവാനുള്ള ശരീരമായിട്ട് മാറ്റാണ്. നല്ല മീശയൊക്കെ വെച്ച് അവന്റെ മസിലൊക്കെ അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് നിൽക്കുന്ന കണ്ട ഒരു ആകർഷണമാണ്. ഇത് കണ്ടുകൊണ്ട് ആകർഷിച്ച് ജീവിതം പാഴാക്കി കളയരുത്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല ഒരു മനുഷ്യ ജീവിതം. നിങ്ങൾ വലിയ നിലയിലെത്തിയാണല്ലോ, വലിയ പരീക്ഷകളെ പാസ്സായ 100 കണക്കിന് പെൺപിള്ളേർ അപ്പന്മാർ നിങ്ങളെ കെട്ടാൻ വേണ്ടി വരും നിങ്ങളുടെ വീട്ടുമുറ്റത്ത്. അവിടെയാണ് പ്രശ്നം. ഒരു ആൺകുട്ടിക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ച് കളയരുത്.
പെൺകുട്ടി പഠിച്ച് MBBS ഒക്കെ പാസ്സായി കഴിഞ്ഞോണ്ടല്ലോ ആമ്പിള്ളേർ ക്യൂ ആണ് കെട്ടാൻ. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി IAS പാസ്സാക്കി. എങ്ങനെയാണ് മോളെ എന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, പൊന്നുതാറ ഈ ചെറുക്കന്മാരെ കൊണ്ട് ശല്യം, കുറെ എണ്ണം അപ്പനും മക്കളും എല്ലാം കഴിഞ്ഞപ്പോ കല്യാണം ആലോചിച്ചുകൊണ്ട് വരികയാണ്. ഈ പെൺകുട്ടി പാവപ്പെട്ട ഒരു വീട്ടിലായിരുന്നു. IAS കിട്ടിക്കഴിഞ്ഞപ്പോ ദിവസം ഒരു 10-15 എണ്ണം കല്യാണം ആലോചിക്കാൻ മോളൊന്നും കല്യാണം ആലോചിക്കാൻ വരിക, ശല്യം എന്നാ പറയുക. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു ആൺകുട്ടിക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ചല്ലായിരുന്നു. പഠിച്ച് വലിയ നില എത്തിയാൽ 100 കണക്കിനെണ്ണം നിന്നെ കെട്ടാൻ വേണ്ടി വരും. ജീവിതം പാഴാക്കളെ. പിന്നെ എന്താണ് മൊബൈൽ. ഞങ്ങളുടെ കാലത്ത് ഇതില്ലായിരുന്നു, ഇപ്പോഴാണ് ഈ മൊബൈലാണ്. മൊബൈൽ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. പണ്ട് നളൻ ദമയന്തിയെ പ്രേമിച്ചു. ഒരു പ്രേമലേഖന എഴുതി പട്ടാളക്കാരനെ കൊടുത്താൽ 200 കിലോമീറ്റർ കൊണ്ട് ദമയന്തി കൊട്ടാരച്ചല്ല. അവിടെ ചെന്ന് വേറെ പട്ടാളക്കാരനെ പിടിച്ച് അവൻ മേളിച്ച് നിന്ന് തോഴിയെ പിടിച്ച് എഴുത്തങ്ങ് ദമയന്തി അടുത്ത് എല്ലുമുണ്ടല്ലോ 2 മാസം കഴിയും. പിന്നെ ഒരു അരയന്നത്തെ പിടിച്ച് അതിന്റെ കാലിലോട്ട് കെട്ടിവിട്ട് അത് വല്ലതൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുമ്പോൾ എഴുത്തങ്ങ് വെള്ളത്തിൽ പോയി. 100 എണ്ണം കൊടുത്തിട്ടും 50 എണ്ണം അവിടെ കിട്ടി. ഇപ്പൊ ഉണ്ടല്ലോ ആൺകുട്ടി മൊബൈൽ ഫോൺ എടുത്ത് പ്രേമലേഖനോട്ട് ടൈപ്പിട്ട് ഒരു ഞെക്ക് ഞെക്കുമ്പോൾ ദമയന്തി അന്തപ്പെടുത്തി ഒരു സെക്കൻഡോട് ദമയന്തിയുടെ കയ്യിൽ പ്രേമലേഖനം. എന്തൊരു സുഖടാ. അങ്ങനെ പ്രേമലേഖനം വളരെ എളുപ്പമായി. അങ്ങനെ പ്രേമിച്ച് അബദ്ധത്തിച്ചാടുകയാണ്. കൊല്ലത്തെ ഒരു പെൺകുട്ടി 18 വയസ്സുള്ള പെൺകുട്ടി മൊബൈലിൽ കൂടെ ഒരു പയ്യനെ പ്രേമിച്ച് അവൻ പറഞ്ഞു, നീ സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് നമുക്ക് വിശ്വമായിട്ട് ജീവിച്ചലാന്ന് പറഞ്ഞു. ഇവള് സ്വർണ്ണമൊക്കെ എടുത്ത് ബാഗും എടുത്തോണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു 64 വയസ്സുള്ള കിളവൻ പല്ലിച്ചുകൊണ്ട് നിൽക്കുക. അവൻ മൊബൈലിൽ കൊടുത്തവന് 20ാമത്തെ വയസ്സിൽ ഏതൊരു ഫോട്ടോ ആണ് മൊബൈലിൽ കൊടുത്തിരിക്കുന്നത്. അവനാന്ന് വിചാരിച്ച ഇവള് പ്രേമിച്ചേ. ഞാൻ 33 വർഷത്തെ എന്റെ സർവീസ് എന്റെ കൈ കൊണ്ടാരും അടിച്ചിട്ടില്ല. ഇവനെ കാണും എന്റെ കൈ കിട്ടിയോണ്ട് ഞാൻ അടിച്ചോണ്ട് ചെമ്പുറ്റി ചെയ്യാൻ പറയും. 64 വയസ്സിൽ 18 വയസ്സുള്ള പെങ്കൊച്ചിനെ പറ്റിക്കുകയാണ്. മൊബൈലിൽ കൂടെ പ്രേമിച്ചിട്ട് ആത്മഹത്യ ചെയ്ത് 160 പെൺപിള്ളേരാ കഴിഞ്ഞ ഓരോ വർഷം 160 പെൺപിള്ളേർ ആത്മഹത്യ ചെയ്തു. മൊബൈൽ പ്രേമം. മൊബൈൽ വലിയ നല്ല സാധനമാണ്, പക്ഷെ അപകടം അതിൽ പതിയിരിക്കുകയാണ്. അപ്പൊ ഈ 6 അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോണം. പുകവലി, മദ്യപാനം, കഞ്ചാവ്, സ്പീഡ്, പ്രേമം, മൊബൈൽ പരിപാടി. നിങ്ങളെ തകർക്കാൻ ഇതിലേതിനും കഴിയും. ഈ 6 എണ്ണത്തിൽ വീഴാതെ പഠിക്കാൻ കഴിഞ്ഞിരിക്കണം. ഇനി ഞങ്ങളുടെ കാലത്ത് മാതാ, പിതാ, ഗുരു, ദൈവം ഉത്തരം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കാലത്ത് ഇല്ലാത്തൊരു സാധനം കയറിയിരിക്കുകയാണ്. ഇപ്പൊ ഞാനൊരിക്കൽ കോളേജ് ചെന്ന് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു പെയ്യും പറഞ്ഞു, സാറേ ഞങ്ങളിപ്പോ അത് മാറ്റി സാറേ. ഞാൻ ചെന്തോടെ ഞാനിപ്പോ മാതാപിതാ ഗൂഗിൾ ദൈവമാണ് ഞങ്ങളുടെ ഇക്വേഷൻ. നമ്മൾ കൊള്ളാം, നീ ഒരിക്കലും ഗുണം പഠിക്കുകയല്ല. നമ്മൾ നിങ്ങളുടെ ഇക്വേഷൻ മാതാപിതാ ഗുരു ഗൂഗിൾ ദൈവം എന്നാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ലെന്നോ. അപ്പൊ ഞങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒന്നാണ് ഈ ഗൂഗിൾ. ഗൂഗിളിൽ പഠിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നിങ്ങളൊരു കാര്യം പഠിക്കാൻ പോവാണ്. ക്ലാസ്സിൽ സാറ് പഠിപ്പിച്ചു, നിങ്ങൾക്ക് പിടികിട്ടിയില്ല, EC നിങ്ങൾക്ക് തലച്ചോറ് കയറിയില്ല. സാറിനോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞങ്ങളെക്കാണ് സാറിന് സാറേ അത് മനസ്സിലായത് ഒന്നുകൂടെ പറയാൻ പറഞ്ഞ് പഠിപ്പിക്കും. ഇപ്പോഴത്തെ സാറന്മാർക്ക് ദേഷ്യം.